കുറഞ്ഞ ശമ്പളത്തിലും നമുക്ക് കുറച്ച് മിച്ചം പിടിക്കാം. അപ്പോൾ അതിനുള്ള കുറച്ച് ലളിതമായ മാർഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഒരു 50-30-20 എന്നുള്ള ഒരു നിയമം പിന്തുടരുക എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മുടെ ശമ്പളം കിട്ടുമ്പോൾ തന്നെ അത് ചെറിയ തുകയാകാം, വലിയ തുകയാകാം, അതിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കണം. അതിൽ നമ്മൾ ആദ്യത്തെ 50% എന്ന് പറയുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്കും, അതായത് വാടക, ഭക്ഷണം പോലത്തെ അത്യാവശ്യ കാര്യങ്ങൾക്കും, 30% എന്ന് പറയുന്നത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും, 20% നിർബന്ധമായും സമ്പാദ്യത്തിൻ്റെയും മാറ്റിവെക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ 50-30-20 പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്. ഇത് നമുക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കൃത്യമായ ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ വരാനിരിക്കുന്ന ചിലവുകൾ എഴുതി വയ്ക്കുക. ചായ കുടിക്കുന്നത് മുതൽ വലിയ ഷോപ്പിംഗ് വരെ ഉൾപ്പെടുത്തി ഒരു ചിലവിന്റെ ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. പിന്നെന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യത്തിനെയും ആഗ്രഹത്തെയും വേർതിരിച്ചറിയാനുള്ള കഴിവാണ്. അതായത് ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പ് അത് നിങ്ങളുടെ ആവശ്യമാണോ അതോ വെറും ആഗ്രഹമാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ അത്യാവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് വാങ്ങുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകുന്നത് നമ്മളെ വലിയൊരു തുക ലാഭിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ചെറിയ തുകയല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു ചായക്കടയ്ക്കും പലഹാരത്തിനൊക്കെ ആയിട്ട് നമ്മൾ ചിലവാക്കുന്ന ഒരു പണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാസാവസാനം ആകുമ്പോഴത്തേക്ക് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്ന് പറയുന്നത് നമുക്കൊരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് പോവുക എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ അവിടെ മിക്കവാറും ഇന്ന ആൾക്കാരെല്ലാം സൂപ്പർ മാർക്കറ്റിലൊക്കെ ആയിരിക്കും പോവുക. അപ്പോൾ സൂപ്പർ മാർക്കറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് എന്നാന്ന് വെച്ചാൽ അവിടെ ഒരു ചിലപ്പോൾ ഓഫർ കാണും. അപ്പോൾ നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ തുകയ്ക്ക് നമ്മൾ ഷോപ്പ് ചെയ്യാൻ ചിലപ്പോൾ കാരണമാകും. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഷോപ്പിങ്ങിനായിട്ട് പുറപ്പെടുമ്പോൾ തന്നെ ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ കയ്യിൽ കരുതുക. അപ്പോൾ അത് നമ്മൾ ഒരു ഓഫറുകൾ കണ്ടിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ നിന്നും നമ്മളെ ഒരു പരിധിവരെ നമ്മളെ അത് സഹായിക്കും. പിന്നെ എന്നുള്ളത് നമ്മുടെ വൈദ്യുതി അല്ലെങ്കിൽ വാട്ടർ കണക്ഷൻ ബില്ലുകൾ മാക്സിമം കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതായത് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള ലൈറ്റും ഫാനും ഒക്കെ നമ്മൾ ഇടുന്നത് ഒഴിവാക്കുക. ഇപ്പം നിസ്സാരമെന്ന് തോന്നുമെങ്കിലും നമുക്ക് മാസാവസാനം വൈദ്യുതി ബില്ലിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ ചില ചെറിയ ആക്ഷനുകൾ നമ്മളെ സഹായിക്കും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ്, അതായത് ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രം അത് എടുക്കുക. കാരണം നമ്മുടെ കയ്യിലുള്ള പണം മാത്രം നമ്മൾ ചിലവാക്കാനായിട്ട് ശീലിക്കുക. അപ്പോൾ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തരാം എന്ന ഉറപ്പിൽ നമ്മൾ കടം വാങ്ങുന്നത് പോലെയാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത മാസത്തെ ബഡ്ജറ്റും താളം തെറ്റിക്കും. അതുകൊണ്ട് മാക്സിമം ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെന്ന് പറയുന്നത് യാത്രാ ചിലവുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ അനാവശ്യമായിട്ടുള്ള ട്രിപ്പ് പോക്ക്, അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഓഫീസിലോട്ടൊക്കെയുള്ള യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പരമാവധി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുക. ബസ്, ട്രെയിൻ പോലത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനാണെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഊബർ വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു സ്വന്തം കാർ എടുത്ത് പോവുകയോ ചെയ്യുന്ന ഒരു രീതി നമ്മൾ ഒഴിവാക്കുക. കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ അടുത്തുള്ള സ്ഥലത്തോട്ടൊക്കെ നടന്നു പോകുന്നതുകൊണ്ട് നമുക്ക് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ഉണ്ടാവുകയും ചെയ്യും, കാശ് ലാഭിക്കുകയും ചെയ്യാം. ഇതാണ് ഒരു പോയിന്റ്. പിന്നെ ഇപ്പോഴത്തെ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് മെയിനായിട്ട് പൈസ പോകുന്ന വേറൊരു രീതിയാണ് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ സ്ഥിരമായി കാണാത്ത പല OTT പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ അതിൽ റിലീസായ സമയത്ത് നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് ആനുവലി റിന്യൂ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കട്ടായി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ മന്ത്ലി ആയിരിക്കും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ് എല്ലാം നമ്മൾ തറവായിട്ട് റിവ്യൂ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻസ് വന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി അതിനെ സ്റ്റോപ്പ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻസ് നമ്മൾ കാണാത്ത സബ്സ്ക്രിപ്ഷൻസ് സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പല മാഗസിൻസിന്റെ അതുപോലെ നമ്മൾ ഉപയോഗിക്കാത്ത ജിം മെമ്പർഷിപ്പ്, അങ്ങനെ ഓട്ടോ ഡെബിറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന പല കാര്യങ്ങളും നമ്മൾ റിവ്യൂ ചെയ്ത് ആവശ്യമില്ലാത്തവയെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കുക. ഒഴിവാക്കാൻ പറ്റുന്നത് ഒഴിവാക്കുക. ഇതാണ് അടുത്ത പോയിന്റ്. പിന്നെന്ന് പറയുന്നത് ഒരു എമർജൻസി ഫണ്ടാണ്. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ട് എത്ര ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവനാണെങ്കിലും ഒരു നിസ്സാരമാണെന്ന് കരുതുന്ന ചെറിയ തുക ഓരോ മാസവും നമ്മൾ മാറ്റി വയ്ക്കുക. ചെറിയ അത്യാവശ്യങ്ങൾക്കൊന്നും ആ പൈസ എടുക്കരുത്. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ച് നമ്മൾ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് ഈ പൈസ ഒരു വലിയ എമൗണ്ട് ആകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു വലിയ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആരുടെ മുന്നിൽ കൈ നീട്ടാണ്ട് നമുക്ക് ഈ ഒരു അടിയന്തരമായിട്ട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഒരു ഫണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എമർജൻസി
ഫണ്ട് എന്ന് പറയുന്നത് അടിയന്തര ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ വയ്ക്കുക. അപ്പോൾ ആ ഒരു ഫണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ആവശ്യകത വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെന്ന് പറയുന്നത്, ഇനി നിങ്ങളോട് ഇപ്പൊ നമ്മളെല്ലാവരും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ വരുമാനത്തിനനുസരിച്ച് ജീവിക്കുവാനല്ല ഞാനിവിടെ പറയുന്നത്. കാരണം വരുമാനത്തെക്കാൾ കുറഞ്ഞ നിലവിൽ ജീവിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഭാവിയിലെ സമ്പന്നൻ എന്നുള്ളത് നമ്മൾ ഓരോ മനുഷ്യരും ഓർത്തിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായിട്ട് എൻ്റെ പേജ് ഫോളോ ചെയ്യുക, കമന്റ് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇടുക, പേജ് ഫോളോ ചെയ്യുക, എൻ്റെ ഈ പോസ്റ്റ് ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.